കലങ്ങിമറിയുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ലക്ഷ്യമിട്ടുള്ള പോര് തുടങ്ങിയിരിക്കുകയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയം നേടിയാലുടൻ മുഖ്യമന്ത്രി ആവുക എന്ന ലക്ഷ്യവുമായി അര ഡസനോളം നേതാക്കളാണ് രംഗത്തുള്ളത്. KPCC അധ്യക്ഷൻ K. സുധാകരൻ, മുൻ KPCC അധ്യക്ഷനും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ KPCC അധ്യക്ഷൻ K. മുരളീധരൻ, AICC വർക്കിംഗ് കമ്മിറ്റി അംഗം ശശി തരൂർ, മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവരാണ് മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ട് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. സമുദായ നേതാക്കളുടെ പിന്തുണ ആർജിച്ച് പാർട്ടിയിൽ ഇടം നേടുക എന്ന തന്ത്രവുമായി രമേശ് ചെന്നിത്തലയും VD സതീശനും ഇതിനകം നീക്കങ്ങളും ശക്തമാക്കിയിട്ടുണ്ട്. NSS നേതൃത്വവുമായി അകർച്ചയിലായിരുന്ന രമേശ് ചെന്നിത്തല പിണക്കങ്ങൾ മറന്ന് വീണ്ടും സജീവമാവുകയാണ്. സംഘടനയ്ക്ക് വേണ്ടി NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ നേരിട്ടാണ് ചെന്നിത്തലയ്ക്കായി രംഗത്തെത്തിയിട്ടുള്ളത്. ഇതോടെയാണ് NSSന്റെ മന്നം ജയന്തി ആഘോഷത്തിൽ പങ്കെടുക്കാനായി രമേശ് ചെന്നിത്തലയ്ക്ക് ക്ഷണം ലഭിച്ചത്. ഉമ്മൻചാണ്ടി ഭരണകാലത്ത് ഭൂരിപക്ഷ സമുദായ പ്രതിനിധിയെ മന്ത്രിസഭാ താക്കോൽ സ്ഥാനത്ത് അവരോധിക്കണമെന്ന് പ്രസംഗിച്ച് സുകുമാരൻ നായർ രംഗത്തു വന്നപ്പോൾ അപകടം മണത്ത രമേശ് ചെന്നിത്തല താനൊരു സമുദായത്തിന്റെ പ്രതിനിധിയല്ലെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. ഇതോടെയാണ് ചെന്നിത്തലയും NSSും തമ്മിൽ അകന്നത്. ആ പിണക്കങ്ങളെല്ലാം പറഞ്ഞൊതുക്കിയാണ് ചെന്നിത്തല മുഖ്യമന്ത്രി പദത്തിനായുള്ള ചരടുവലികൾ ശക്തമാക്കിയത്. ഇപ്പോൾ SNDP നേതാവ് വെള്ളാപ്പള്ളി നടേശനും ചെന്നിത്തലയ്ക്കായി വാദിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. രണ്ട് പ്രബല സമുദായങ്ങളുടെ പിന്തുണ തനിക്കുണ്ടെന്ന് പ്രഖ്യാപിച്ചാണ് ചെന്നിത്തലയുടെ പടപ്പുറപ്പാട്. KPCC അധ്യക്ഷനെ നോക്കുകുത്തിയാക്കി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ ഹൈജാക്ക് ചെയ്ത VD സതീശനും സമുദായങ്ങളുടെ പിന്തുണയ്ക്കായി നെട്ടോട്ടത്തിലാണ്. എല്ലാ മതസംഘടനകളുടെയും വേദികളിൽ ഇല്ലാത്ത സതീശൻ ഇപ്പോൾ എല്ലായിടത്തും നിറയുകയാണ്. സഭാ വ്യത്യാസമില്ലാതെ ക്രിസ്ത്യാനി സമൂഹങ്ങളുടെ വേദികളിൽ ദിനം പ്രതി സതീശൻ സജീവമാണ്. ഒപ്പം NSS, SNDP സംഘടനകളുടെ പിറകെയും സതീശനുണ്ട്. പ്രായാധിക്യവും അനാരോഗ്യവും ചൂണ്ടിക്കാട്ടിയാണ് KPCC അധ്യക്ഷനെ തഴയുന്ന നീക്കം ഇപ്പോൾ നടത്തുന്നത്. K. മുരളീധരന് തെരഞ്ഞെടുപ്പ് പരാജയമാണ് വിനയായിട്ടുള്ളത്. നേതൃത്വത്തിന് നിരന്തരം വിമർശിക്കുന്നതും ഒരു വിഭാഗം അദ്ദേഹത്തിനെതിരെ ആയുധമാക്കുന്നുണ്ട്. ദേശീയ നേതൃത്വത്തിന് മുരളീധരൻ അഭിമതനല്ലെന്ന് വരുത്താൻ ശ്രമമുണ്ട്. പ്രായാധികം തന്നെയാണ് തിരുവഞ്ചൂരിന്റെ കാര്യത്തിലും ചൂണ്ടിക്കാണിക്കുന്നത്. ശശി തരൂരിനെതിരെയുള്ള ആയുധം കോൺഗ്രസ് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചു എന്നതാണ്. ഒപ്പം ഒറ്റയാൻ പ്രവർത്തനം നടത്തുന്നയാളെന്ന ആരോപണവും ഉയർത്തുന്നുണ്ട്. എന്നാൽ മുസ്ലിം ലീഗ് നേതൃത്വം ശശി തരൂരിനെ മുൻനിർത്തി തിരഞ്ഞെടുപ്പിന് നേരിടണമെന്ന ആവശ്യം ഉയർത്തിയിട്ടുണ്ട്. അവരെ പിന്തിരിപ്പിച്ച് പിന്തുണ ആർജിക്കുന്നതിനും VD സതീശൻ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇവർക്ക് പുറമെ സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ തന്നെ കേരള രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരണമെന്നും ഒരു വിഭാഗം ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ദേശീയ നേതൃത്വത്തിനോട് ഇതിനോട് യോജിപ്പില്ല. കേരളത്തിൽ VD സതീശൻ, രമേശ് ചെന്നിത്തല പോര് രൂക്ഷമാവുകയാണെങ്കിലും KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടി തിരഞ്ഞെടുപ്പിനെ നേരിടാൻ നേതൃത്വം തയ്യാറാക്കുമെന്ന ആശങ്കയും ചെന്നിത്തല സതീശൻ പക്ഷങ്ങൾക്കുണ്ട്.